ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? പരീക്ഷയ്ക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ 100% നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഏതാണ് ആ ചോദ്യങ്ങൾ എന്നൊക്കെ ഉള്ളത് അല്ലെ. അപ്പൊ നമുക്ക് A+ കിട്ടാൻ അല്ലെങ്കിൽ നമുക്ക് വിഷയത്തിൽ ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഈ 40 മാർക്ക് കിട്ടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാഠഭാഗം. എത്ര പാഠഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടോ അത്രയും പാഠഭാഗങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് ആ ധാരണ ഉണ്ടാവേണ്ടത്? നമുക്ക് പാഠഭാഗം ഏതാണ്, പാഠഭാഗം കഥയാണോ, കവിതയാണോ, നോവലാണോ, ഇത് എഴുതിയത് ആരാണ്, എഴുത്തുകാരന്റെ പ്രത്യേകത എന്താണ്, സവിശേഷതകൾ എന്താണ് ആ പാഠഭാഗത്തിന്റെ പ്രമേയം അല്ലെ, അതിലുള്ള കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് ആരൊക്കെയാണ്, എന്തിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്, വിഷയം, പ്രമേയം എന്താണ്, ഇങ്ങനെ ഒരു പാഠഭാഗത്തെ കുറിച്ചുള്ള കൃത്യമായ ധാരണ നമ്മളുടെ കയ്യിലുണ്ടായിരിക്കണം അല്ലെ. അപ്പൊ അതെങ്ങനെ ഉണ്ടാവുക? പാഠഭാഗങ്ങൾ നന്നായിട്ട് വായിക്കണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ പാഠഭാഗത്തുനിന്ന് വരുന്ന ചോദ്യമാതൃകകളാണ് അല്ലെ. അപ്പൊ ഈ ചോദ്യമാതൃകകൾ പഠിച്ചില്ലെങ്കിൽ നമ്മൾ പാഠം പഠിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. നമുക്ക് എത്ര മാർക്കിന് അല്ലെ, എത്ര പേജ് എഴുതണം, എത്ര പോയിന്റുകൾ എഴുതണം, ഇനി എങ്ങനെയൊക്കെയാണ് ആ ഉത്തരം എഴുതേണ്ടത് എന്ന് നമുക്കറിയില്ല എങ്കിൽ പാഠം പഠിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അതാണ് ടീച്ചർ പറഞ്ഞത് 100% നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് മുഖപ്രസംഗമാണ്. ഇതൊക്കെ നമുക്ക് 7 മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഏതൊക്കെ? മുഖപ്രസംഗം, ഉപന്യാസം, പ്രഭാഷണം, കുറിപ്പുകളാണെങ്കിൽ പല ജാതി കുറിപ്പുകളുണ്ട്. ആസ്വാദന കുറിപ്പ്, പ്രതികരണ കുറിപ്പ്, വിശകലന കുറിപ്പ് വേറെ, ഇങ്ങനെ ഒരുപാട് ചോദ്യ രീതികൾ എന്ത് ചെയ്യണോ നമ്മളോട് ചോദിക്കും. ഇത് കൂടാണ്ട് ഗ്രാമർ ഭാഗത്തൊന്നും എന്ത് ചെയ്യും നമ്മളോട് ചോദിക്കും. അപ്പൊ ഉപന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്സേ ആണ്, ലേഖനം ആർട്ടിക്കിൾ ആണ്, പ്രബന്ധം തീസിസ് ആണ്. അപ്പൊ അത് ഒരു വീഡിയോയില് അല്ലെ അങ്ങനെ കമന്റ് ആയിട്ട് വന്നത് കണ്ടു. അപ്പൊ അതുകൊണ്ട് ടീച്ചർ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതേപോലെ സമസ്തപദം, അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമാക്കി മാറ്റി എഴുതാനുള്ള ചോദ്യങ്ങൾ വരും. പ്രയോഗഭംഗി ചോദിക്കും. കാവ്യപരമായ സവിശേഷതകൾ അല്ലെങ്കിൽ കാവ്യഭംഗി എന്ന് പറയുന്ന ചോദ്യങ്ങൾ കാണാം അല്ലെ. സന്ദർഭം വിശദമാക്കേണ്ട ചോദ്യങ്ങളുണ്ട്. പദത്തിന് വരുന്ന അർത്ഥവ്യത്യാസത്തെ കുറിച്ച് ചോദ്യങ്ങൾ വരും. മനോഭാവം, അർത്ഥം, പ്രയോഗം അല്ലെ, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്യും പരീക്ഷയ്ക്ക് നമുക്ക് വരും അല്ലെ. അപ്പൊ അതിൽ നമുക്ക് അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമാക്കി മാറ്റി എഴുതേണ്ട ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ? അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന വാക്യം, ഇതിൽ നമ്മൾ ആ വാക്യത്തെ എന്ത് ചെയ്യരുത്, പോലെ പഴയ ബിൽഡിംഗ് ഒക്കെ ഇടിച്ച് നേരപ്പാക്കി പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന പോലെ ചെയ്യരുത്. ഉള്ള വീടിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സെറ്റപ്പ് ആക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ വാക്യത്തെ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ അതിന്റെ അർത്ഥം അല്ലെ മനസ്സിലാക്കുക, എന്താണ് അതിൽ പറയുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ വാക്യത്തെ അർത്ഥവ്യത്യാസം വരാതെ എവിടെ വെച്ച് മുറിക്കും അല്ലെ. 2 വാക്യമാക്കാനാ പറഞ്ഞത്. ഒറ്റ വാക്യത്തെ എന്ത് ചെയ്യണം, 2 ആക്കണം അല്ലെ. അപ്പൊ അതിനെ എവിടെ വെച്ചിട്ടാണ് മുറിക്കുക എന്ന് നമ്മൾ ആലോചിക്കണം അല്ലെ. അപ്പൊ അങ്ങനെ മുറിക്കണമെങ്കിൽ കത്തിയെടുത്ത് മുറിക്കാനാണോ പറഞ്ഞത്? അല്ല. അപ്പൊ എങ്ങനെ മുറിക്കേണ്ടത്? പൂർണ്ണ അർത്ഥം വരുന്ന വാക്യമാക്കി അതിനെ മാറ്റണം അല്ലെ. ഒരു പൂർണ്ണ അർത്ഥം വരുന്ന വാക്യമാക്കി എന്ത് ചെയ്യണം, അതിനെ മാറ്റണം എന്നുള്ളതാണ് അല്ലെ. പൂർണ്ണ വാക്യം, കഴിച്ച്, തിന്ന, ഓടിയ, പോയപ്പോൾ അല്ലെ, പോലെ, ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, അവസാനിക്കുന്നില്ല, അതിനൊരു പൂർണ്ണത കിട്ടുന്നില്ല അല്ലെ. അപ്പൊ പൂർണ്ണത കിട്ടുക എങ്ങനെയാണ്? തിന്ന എന്ന് പറയുമ്പോൾ കിട്ടൂല, തിന്നു അല്ലെ, തിന്നു അല്ലെ, പൂർണ്ണവാക്യാണ്. കഴിച്ചു, ഓടി, പോയി എന്നൊക്കെ എന്താണ്, പൂർണ്ണവാക്യമാണ്. അല്ലാതെ കഴിച്ച്, തിന്ന, ഓടിയ, പോയപ്പോൾ എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, എന്തോ വരാനുണ്ട്. അപ്പൊ അതൊന്നും പൂർണ്ണമല്ല. അപ്പൊ പൂർണ്ണവാക്യമാക്കപ്പെടുന്ന തിന്നു, കഴിച്ചു, കുടിച്ചു, പോയി അല്ലെ, അത് പൂർണ്ണവാക്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, അവസാനിപ്പിക്കേണ്ടത് വാക്യം എന്നാണ്. ഇനി പ്രയോഗഭംഗി. കവിതകളിൽ നിന്നാണ് നമുക്ക് സാധാരണ പ്രയോഗഭംഗി നമ്മളോട് ചോദിക്കുന്നത്. തന്നിരിക്കുന്ന വരികളിലെ പ്രയോഗഭംഗി കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വരികളിലുള്ള പ്രയോഗം എന്താണ് എന്നും അത് കവിതയ്ക്ക് നൽകുന്ന ഭംഗി എന്താണ് എന്നാണ് വിവരിക്കേണ്ടത്. അപ്പൊ എല്ലാ ക്ലാസ്സിലും ഞാൻ പ്രയോഗഭംഗി പറഞ്ഞു കൊടുക്കുമ്പോൾ പറയുന്ന ഒരു കവിതയാണ് ഓണമുറ്റത്ത് എന്ന് പറയുന്ന വൈലോപ്പിള്ളിയുടെ ഒരു കവിതയാണ്. അപ്പൊ അതിലുള്ളൊരു വരി എങ്ങനെയാണ്? നീളും മലയുടെ ചങ്ങലവട്ടയിൽ നാളം പാടല വിരലാൽ നീട്ടിയും ഓമൽ കവിള് തുടുത്തും തെല്ലൊരു നാണത്തോട് പരുങ്ങിയൊരുങ്ങിടും ഉഷസിന് പ്രഭാതത്തെ ഓണപ്പുലരിയെ കവി വർണ്ണിക്കുകയാണ് അല്ലെ. അപ്പൊ നോക്കൂ നിങ്ങളെ, ഇവിടെ ഓണത്തെ വർണ്ണിക്കുകയാണ്, ഓണത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ്, ഓണത്തിന്റെ പുലരി, പ്രഭാതം വരികയാണ്. നീളും മലയുടെ ചങ്ങലവട്ട, മല ദൂരെ നോക്കുമ്പോ ഇങ്ങനെ പരസ്പരം കണക്റ്റഡ് ആയിട്ടിരിക്കും. എന്തുപോലെ? ചങ്ങലവട്ട പോലെ
അല്ലെ? വിളക്കിന്റെ ഒക്കെ ചങ്ങല കണ്ടിട്ടില്ലേ? ചങ്ങലവട്ട, ഇങ്ങനെ വിളക്ക് കണ്ടിട്ടില്ലേ? അപ്പൊ അതിന്റെ ചങ്ങലവട്ട അല്ലെ, അതിങ്ങനെ പരസ്പരം കണക്റ്റഡ് ആയിരിക്കില്ലേ? അതേപോലെയാണ് നീളുന്ന മലയുടെ ചങ്ങലവട്ട അല്ലെ. അതിൽ പാടല വിരലാൽ, ചുവന്ന വിരലുകൾ കൊണ്ട് എന്ത് ചെയ്യുന്നു? തിരിച്ചു, വിളക്ക് തിരിച്ചു എന്നാണ്. അപ്പൊ മലയുടെ മുകളിൽ ചുവന്ന നിറത്തിലുള്ള സൂര്യൻ ഉദിച്ചു വരുന്നതിനാണ് ഇവിടെ പറയുന്നത് പ്രയോഗ ഭംഗി കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കും. ഇനി കാവ്യപരമായ സവിശേഷത ചോദിക്കും, അല്ലെങ്കിൽ കാവ്യഭംഗി ചോദിക്കും. അപ്പൊ കവിതകളിൽ നിന്നാണ് അത് ചോദിക്കുക. അപ്പൊ തന്നിരിക്കുന്ന വരികളിൽ എന്ത് ചെയ്യണം? ആദ്യാക്ഷര പ്രാസം, ആദ്യത്തെ അക്ഷരങ്ങൾ ഒരേപോലെ ആവർത്തിക്കുന്നുണ്ടോ? രണ്ടാമത്തെ അക്ഷരങ്ങൾ ദ്വിതീയാക്ഷരം അല്ലെ ആവർത്തിക്കുന്നുണ്ടോ? അതേപോലെ എന്താണ് വാങ്മയ ചിത്രം? ഇപ്പൊ നമ്മൾ കണ്ടതൊരു വാങ്മയ ചിത്രമാണ്, തൊട്ടു മുന്നേ പറഞ്ഞ കവിത. അതായത് വാക്കുകൾ കൊണ്ട് കവി നിർമ്മിക്കുന്ന ചിത്രത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാങ്മയ ചിത്രം എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ വാക്കുകളുടെ, ശബ്ദങ്ങളുടെ, അക്ഷരങ്ങളുടെ ആവർത്തനം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് എന്ത് ചെയ്യണം? കാവ്യ സവിശേഷതയിൽ നമ്മൾ നോക്കണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണ്? ഉപന്യാസമാണ് അല്ലെ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരിക്കും ഉപന്യാസം. ഉപന്യാസം എപ്പോഴും നമ്മളോട് ചോദിക്കുക, നമ്മുടെ ചുറ്റുപാടുള്ള ഏതെങ്കിലുമൊക്കെ വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഉപന്യാസങ്ങൾ എഴുതാൻ ചോദിക്കുക. അതിൽ ആദ്യം അല്ലെ 3 ഭാഗങ്ങളാണ്, ഘടനയാണ് അല്ലെ. ഘടനയിൽ 3 ഭാഗങ്ങളാണ് നമ്മുടെ ഉപന്യാസത്തിന് ഉണ്ടാവുക. ആമുഖം, അത് ഇൻട്രൊഡക്ഷൻ ആണ് ആമുഖം എന്ന് പറയുന്നത്. ഉപക്രമം എന്നും പറയും. പ്രതിപാദ്യം, ബോഡി ഓഫ് ഇൻഫർമേഷൻ ആണ് പ്രതിപാദ്യം അല്ലെ. അത് വിഷയത്തെ വിശകലനം ചെയ്യുന്നതാണ്. അപ്പൊ എന്താണോ നമുക്ക് തന്നിരിക്കുന്ന വിഷയം അല്ലെ, അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ഉപവിഷയങ്ങൾ ഉണ്ടാവൂലേ, ടോപ്പിക്കുകൾ ഉണ്ടാവൂലേ. അപ്പൊ അതിനെ വിശകലനം ചെയ്യുന്നതിനാണ് നമ്മൾ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത്. ഉപസംഹാരം എന്താണ്? കൺക്ലൂഷൻ ആണ് അല്ലെ. നമ്മൾ ആ വിഷയത്തെ അവസാനിപ്പിക്കുന്നതാണ്. അപ്പൊ ലാസ്റ്റത്തെ പാരഗ്രാഫിനെ എന്താ പറയാ? ഖണ്ഡിക അല്ലെ. എങ്ങനെ പാരഗ്രാഫ് എഴുതുക അറിയാമോ നിങ്ങൾക്ക്? പാരഗ്രാഫ് എഴുതാൻ അറിയാമോ? ഇതിപ്പോ ഒരു പേജ് ആണെങ്കിൽ അല്ലെ, നമ്മൾ അതിൽ എഴുതി ഒരു പോയിന്റ് എഴുതി അതൊരു പാരഗ്രാഫ്. ഓക്കെ. അപ്പൊ ഒരു പോയിന്റ് കഴിയുന്ന സമയത്ത് അടുത്ത പാരഗ്രാഫ് തുടങ്ങാം. അതാ ആ പോയിന്റ് കഴിയുമ്പോൾ അടുത്ത പാരഗ്രാഫ് തുടങ്ങാം. ഓക്കെ. അപ്പൊ ഇതെന്താണ്? ആദ്യത്തെ പാരഗ്രാഫാണ് ആമുഖം എന്ന് പറയുന്നത്. പിന്നെ വിശകലനമാണ്. ലാസ്റ്റ് പാരഗ്രാഫാണ് എന്ത്? നമ്മളുടെ കൺക്ലൂഷൻ. അത് എപ്പോഴും എന്തായിരിക്കണം? നമ്മൾക്ക് ആ വിഷയത്തെ കുറിച്ചുള്ള അഭിപ്രായമാണ്. അപ്പൊ ആമുഖത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം? ഒരു ഉപന്യാസത്തിലും അതേപോലെ മുഖപ്രസംഗത്തിലും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആമുഖം അല്ലെ. ആമുഖത്തിലാണ് ഇതിനെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പൊ പാഠഭാഗത്തോട് നമുക്ക് തന്നിരിക്കുന്ന ഉപന്യാസത്തിന്റെ വിഷയത്തിൽ ബന്ധമുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം? ആമുഖത്തിൽ സൂചിപ്പിക്കണം. ലളിതമായ ഭാഷയിൽ വിഷയ കേന്ദ്രീകൃതമായിട്ട് നമ്മൾക്ക് തന്നിരിക്കുന്ന ടോപ്പിക് എന്താണോ ആ ടോപ്പിക്കിനെ അനുബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ആ ടോപ്പിക്കിനെ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. പലപ്പോഴും ഞാൻ ഉദാഹരണം പറയാറുണ്ട്. അപ്പൊ നമ്മൾ ആനയെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആന അടിപൊളിയാണ്, ആനയ്ക്ക് നല്ല വലുപ്പമുണ്ട്, 2 ചെവിയുണ്ട്, 4 കാലുണ്ട്, തുമ്പിക്കൈ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആനപ്പാപ്പൻ സൂപ്പറാണ്, അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിഷയം വ്യതിചലിച്ചിട്ട് അങ്ങ് പോവാറുണ്ട് പലപ്പോഴും മലയാളത്തില്. അപ്പൊ അങ്ങനെ സംഭവിക്കരുത്. എന്താണോ നമ്മളുടെ വിഷയം ആ വിഷയത്തിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി പ്രതിപാദ്യ വിഷയമാണ് നമ്മുടെ ബോഡി ഓഫ് ഇൻഫർമേഷൻ. അപ്പൊ വിഷയത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ നമുക്ക് എവിടെ ഉണ്ടാവണം? പ്രതിപാദ്യ വിഷയത്തിൽ ഉണ്ടാവണം. കാര്യകാരണ സഹിതം, ഉദാഹരണ സഹിതം ഖണ്ഡികകൾ, പാരഗ്രാഫുകൾ തിരിച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അതേപോലെ ഉദ്ധരണി, കവിവാക്യം അല്ലെ, കോട്സുകളൊക്കെ ഉണ്ടാവും, കവികൾ പറഞ്ഞിരിക്കുന്ന പ്രയോഗങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ഉപന്യാസത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന വിഷയങ്ങളാണെങ്കിൽ ശൈലികള് ഇതൊക്കെ നമുക്ക് ഇവിടെ ഈ പ്രതിപാദ്യ വിഷയത്തിൽ എഴുതാം. ഉപസംഹാരം, ലാസ്റ്റിലത്തെ എന്താണ്? പാരഗ്രാഫാണ്, ഖണ്ഡികയാണ് ഉപസംഹാരം എന്ന് പറയുന്നത്. അവസാന ഖണ്ഡികയാണ്. ഖണ്ഡിക അറിയാലോ, പാരഗ്രാഫാണ്. നമ്മുടെ സ്വന്തം അഭിപ്രായമാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. അപഗ്രഥനം, നിഗമനം അല്ലെ. ശുഭപ്രതീക്ഷയോടുകൂടി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? നമ്മളുടെ ആ ഒരു ഉപന്യാസം നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഉപന്യാസം എഴുതിക്കൊള്ളുമല്ലോ. ഏത് വിഷയമാണെങ്കിലും ഈ ഒരു ഘടനയിലാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ എഴുതേണ്ടത്. ഓക്കെ. അപ്പൊ ഘടന പാലിക്കണം. ഖണ്ഡികാകരണം, പാരഗ്രാഫ് തിരിച്ചെഴുതണം. ശക്തവും ലളിതവുമായിട്ടുള്ള ഭാഷയിലാണ് വൃത്തിയിൽ എഴുതാൻ ശ്രമിക്കണം. ഭാഷാപരമായിട്ടുള്ള ഭംഗി അല്ലെ കൊണ്ടുവരണം. ഉചിതമായിട്ടുള്ള പദങ്ങളാണ്. കടിച്ചാൽ പൊട്ടാത്ത പദങ്ങളൊന്നും, അർത്ഥം അറിയാത്ത പദങ്ങളൊന്നും കൊണ്ടുപോയി എഴുതരുത്. അറിയാവുന്ന പദങ്ങൾ എഴുതുക അല്ലെ. അതേപോലെ വിഷയാധിഷ്ഠിതം, എന്താണോ നമ്മളുടെ വിഷയം അതിൽ എന്താ പറയാ അധിഷ്ഠിതമായിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഉദാഹരണ സഹിതം വിഷയ വിശകലനം ചെയ്യണം. വിഷയ കേന്ദ്രീകൃതമായിട്ട് സ്വന്തം അഭിപ്രായം, നിരീക്ഷണമൊക്കെ നമ്മൾ എഴുതണം. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ഇനി നമുക്ക് ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണെന്ന് പ്രസംഗവും പ്രഭാഷണമാണ്. ഇത് രണ്ടും ഒന്നാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്കുണ്ടാവും. അപ്പൊ പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ രാഷ്ട്രീയ പ്രസംഗങ്ങള്, അതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. അപ്പൊ അത് പല വിഷയങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? വ്യതിചലിച്ച് പോകുന്നതാണ് പ്രസംഗം എന്ന് പറയുന്നത്. പ്രഭാഷണം എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു
ഏതെങ്കിലും ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ച്, ഇപ്പൊ മതപ്രഭാഷണങ്ങളൊക്കെ നമ്മൾ കേൾക്കാറില്ലേ, അപ്പൊ ആ ഒരു വിഷയത്തെ ആസ്പദമാക്കി മാത്രമാണ് പ്രഭാഷണത്തിൽ വരിക. അപ്പൊ ഒരു നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അല്ലെ, ഒരു അഭിസംബോധനയൊക്കെ, മാന്യരെ പ്രിയപ്പെട്ടവരെ എന്നൊക്കെ പറഞ്ഞ ഒരു അഭിസംബോധനയൊക്കെ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പ്രഭാഷണം നമ്മൾ തുടങ്ങേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രഭാഷണം പ്രസംഗം ഒന്നല്ല, രണ്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്, ആസ്വാദനക്കുറിപ്പാണ് അല്ലെ, ആസ്വാദനക്കുറിപ്പ് ചോദിക്കുക. അപ്പൊ ആസ്വാദനക്കുറിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാഠഭാഗങ്ങളൊക്കെ ചിലപ്പോൾ ആസ്വാദനക്കുറിപ്പിന് ചോദിക്കാം അല്ലെ. അപ്പോൾ ഓൾറെഡി നമ്മളത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആസ്വാദനക്കുറിപ്പ് നമ്മൾ എന്താണ്, തന്നിരിക്കുന്ന കവിതയോ കഥയോ നോവലോ ഏതാണെങ്കിലും, ഇനി പുറത്തുള്ള ഒരു കൃതിയാണെങ്കിൽ പോലും എന്ത് ചെയ്യുക, അത് നന്നായിട്ട് വായിക്കുക അല്ലെ. അതിൻ്റെ ആശയം നമ്മൾ എഴുതണം. അതിൽ ഈ പറയുന്ന കവിതയാണെങ്കിൽ അതിൻ്റെ കാവ്യപരമായിട്ടുള്ള സവിശേഷതകൾ ഉണ്ടെങ്കിൽ അത് സൂചിപ്പിക്കണം അല്ലെ. അതിന് മനോഹരമായിട്ടുള്ള ഭാഷയിലാണ്, സൗന്ദര്യാത്മക ഭാഷയിലൊക്കെയാണ് എന്ത് ചെയ്യുക നമ്മൾ എഴുതേണ്ടത് കേട്ടോ. വളരെ അലങ്കാരങ്ങളൊക്കെ കൊണ്ടുവന്ന്, ഇപ്പോൾ പത്രം എഴുതുന്ന പോലെ അല്ലല്ലോ നമ്മൾ ആസ്വാദനക്കുറിപ്പ് എഴുതുക അല്ലെ. അപ്പോൾ അത് കുറച്ചുകൂടി എന്താണ്, നീട്ടി പരത്തി കുറുക്കി നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിന് എഴുതുക, ഭാവന ഒക്കെ കൊണ്ടുവന്ന് എഴുതാം. ലാസ്റ്റ് പാരഗ്രാഫിൽ എന്തായിരിക്കണം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾക്ക് ആ വിഷയത്തിലുള്ള നമ്മളുടെ കാഴ്ചപ്പാടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നിഗമനം അല്ലെ, അവസാനം നമ്മൾ എഴുതേണ്ടത്. ക്ലിയർ ആയോ, മനസ്സിലായോ മക്കൾക്ക്? അപ്പോൾ അടിപൊളിയായി എന്ത് ചെയ്യണം, നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷ എഴുതണം. അപ്പോൾ ഇതേപോലെയാണ് അല്ലെ, ഇതിൽ വിഷയങ്ങൾ പലതും ആയിരിക്കാം, എങ്കിലും ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ടീച്ചർ പറഞ്ഞു തന്ന ഈ ഒരു ഘടന ഉപയോഗിച്ച് മക്കൾ പരീക്ഷ എഴുതണം. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ അല്ലേ. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും പഠിക്കട്ടെ. അപ്പോൾ ഉഷാറായിട്ട് അടിപൊളിയായിട്ട് പരീക്ഷ എഴുതുക. ഓൾ ദ ബെസ്റ്റ്.